സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാരുടെ മോഡൽ എക്സാമിന് വന്ന കുട്ടികൾ ചെയ്യാതെ പോയ ഒരു ക്വസ്റ്റ്യൻ, ഗ്രാഫിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവെൽസും നെക്സ്റ്റ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമയുടെ പോയിൻറ്റ്സിനെയും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഏതൊക്കെ പോയിന്റിലാണ് ലോക്കൽ മാക്സിമ, ഏതൊക്കെ പോയിന്റിലാണ് ലോക്കൽ മിനിമ. സാധാരണ നമുക്കിതൊരു പോളിനോമിയൽ ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അവർക്ക് ആ പ്രൊസീജിയർ അറിയാമായിരിക്കാം. ബട്ട് ഫ്രം ദ ഗ്രാഫ് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് കുട്ടികളാരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമ്മളൊന്ന് വ്യക്തമായിട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ ഇത് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ കൂടെ ഉള്ള കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടുന്ന രീതിയിൽ കൂടെ ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ സാധാരണ എക്സാമിന് നമ്മൾ തന്നുകൊണ്ടിരുന്നത് f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇവിടെ നോക്കിക്കേ, f(x) എന്നുള്ള ഫംഗ്ഷൻ അല്ല തന്നേക്കുന്നത്, f'(x)ൻ്റെ ഗ്രാഫാണ് ഈ തന്നേക്കുന്നത്, f(x)ൻ്റേതല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല, ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, f'(x)ൻ്റേതാണ്. അപ്പോൾ f'(x) നിന്നുമാണ് നമ്മൾ ഇതിനെല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവെൽസുകളെ കണ്ടുപിടിക്കാം. ഇൻക്രീസിങ്ങിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. ഇതാണ് f'(x) ഗ്രേറ്റർ ദാൻ 0. അവിടെയാണ് മീൻസ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. അതുപോലെ ഡിക്രീസിങ് ആവുകയാണെന്ന് പറഞ്ഞാൽ f'(x) ലെസ് ദാൻ 0, ദാറ്റ് മീൻസ് നെഗറ്റീവ്. അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് ചെയ്യാം, എളുപ്പമാണ്. അപ്പോൾ f'(x) ഇങ്ങനെ പോയി അതുകൊണ്ട് ഇതൊരു പരാബോളയാണ് അല്ലേ, സെക്കൻഡ് ഡിഗ്രിയാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷൻ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലായിരുന്നു. നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ തേർഡ് ഡിഗ്രി ആണ് എന്നർത്ഥം. ഓക്കെ, ഇതുകൊണ്ട് പിന്നെ ഇത് എക്സ് ആക്സിനെ മുട്ടിയേക്കുന്ന ഇവിടെയൊക്കെ ഉണ്ട് രണ്ടിടത്ത്. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതാണ്. ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലാണ് നമ്മുടെ എല്ലാ പരിപാടിയും നടക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കേ, ഈ 1 വെച്ച് ഇങ്ങനെ കണ്ടോ, എക്സ് ആക്സിനെ കട്ട് ചെയ്ത് 3യിലും വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോയേക്കുക. ഈ പോയിൻറ്റ്സുകളൊക്കെയാണ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിംഗ് പോയിൻറ്റ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടേണിംഗ് പോയിൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ വെച്ചാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ടൊക്കെ മാറുന്നത്. നോക്കാം. ആദ്യം നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവെൽസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, എന്താണ്ട് ഇവിടെ തൊട്ടാണ് വൈയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നത്, ഇങ്ങോട്ട് താഴോട്ട് വൈയുടെ വാല്യൂ നെഗറ്റീവാണ്. എല്ലാവർക്കും അറിയാമല്ലോ, മണ്ടയ്ക്കോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. അപ്പോൾ നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടം വരെയും എന്തുണ്ട് ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ട്, ഇവിടം വരെയും വൈയുടെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ f'(x)ൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെയും f'(x) എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ഇവിടം തൊട്ട് എന്ന് പറഞ്ഞാൽ -∞, ഇതിങ്ങനെ പോയി ഇങ്ങനെ -∞ തൊട്ട് ഇവിടം വരെയും എന്താണ്, പോസിറ്റീവാണ് അല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെയും നമ്മുടെ പോസിറ്റീവായിട്ടാണ് വരുന്നത്. കണ്ടല്ലോ, ഫംഗ്ഷൻ ലെവൽ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനെ നമുക്കൊരു ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്നെടുക്കാം. -∞ to 1 എന്താണ്, ഒരു ഇൻക്രീസിങ് ഇൻ്റർവെല്ലാണ്. ബട്ട് നോക്കിക്കേ, കണ്ടോ വൈ ആക്സിന് താഴെ പോയത് കണ്ടോ, വൈ ആക്സിന് താഴെയുണ്ട് ഇത്രയും നെഗറ്റീവ് വാല്യൂസുകളാണ്. കണ്ടോ വൈ ആക്സിന് കണ്ടോ താഴോട്ടാണ് കണ്ടോ. അപ്പം 1നും 3ക്കും ഇടയ്ക്ക് കണ്ടോ f'(x) നെഗറ്റീവിലോട്ടാണ് പോയേക്കുന്നത് അല്ലേ, നെഗറ്റീവ് സൈഡ്, വൈ ആക്സിന് നെഗറ്റീവിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇൻക്രീസിങ് ആണ്, ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഡിക്രീസിങ് ആവുന്നു കണ്ടോ, 1നും 3ക്കും ഇടയ്ക്കുള്ള പോർഷൻ കണ്ടോ വൈ ആക്സിൻ്റെ നെഗറ്റീവിലാണ് കിടക്കുന്നത്. കണ്ടോ ഇത്രയും നെഗറ്റീവിലാണ്, അതൊരു ഡിക്രീസിങ് ഇൻ്റർവെലാണ്. അപ്പോൾ f'(x) എവിടേക്കാണ് വൈ ആക്സിസിൻ്റെ നെഗറ്റീവിലോട്ട് പോയേക്കുന്നത് എന്ന് നോക്കണം. വൈ ആക്സിൻ്റെ നെഗറ്റീവിൽ പോയേക്കുന്ന അത്രയും പോർഷനിൽ അത്രയും ഇൻ്റർവെൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ 1 to 3യിൽ എന്താണ്, ഡിക്രീസിങ് ആണ്. എഗെയിൻ കണ്ടോ, പിന്നെ കണ്ടോ നമ്മളിതിൽ കട്ട് ചെയ്ത് പിന്നെയും മണ്ടക്കിടാൻ പോയിക്കുന്ന കണ്ടോ, ഇവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് പോസിറ്റീവില്ല. അപ്പോൾ 3 to ∞ കേട്ടോ, ഇത് ഇൻഫിനിറ്റി എന്നാണ് കേട്ടോ, ഇവിടെ ഇൻഫിനിറ്റി ആണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ 3 to ∞ അതെന്താണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ട യൂണിയൻ എഴുതും കേട്ടോ, -∞ to 1ഉം 3 to ∞, ഈ യൂണിയനിൽ ഇൻക്രീസിങ്ങും ഇതിൻ്റെ ഇടയ്ക്കുള്ള 1നും 3ക്കും ഇടയ്ക്ക് എന്താണത്, ഡിക്രീസിങ്ങും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ഉണ്ടല്ലോ, ഇവിടെയും അങ്ങോട്ട് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ മാത്രം എന്താണ്, നെഗറ്റീവാണ് കേട്ടോ, ഇവിടെ മാത്രം നെഗറ്റീവാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയറായി. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്താണ്, പോസിറ്റീവ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇൻക്രീസിങ് ആയി ഡിക്രീസിങ് ഇൻ്റർവെൽസുകളെ കിട്ടി. ഇനി നമുക്ക് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും എവിടേക്കാണ്? ഈ രണ്ടിടത്താണ് 1നും 3നും ഒന്ന് ലോക്കൽ മാക്സിമം ആകുന്നത് അല്ലെങ്കിൽ ലോക്കൽ മിനിമം ആകുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചുകൊണ്ടായതുകൊണ്ട് നമുക്ക് മറ്റു രീതി കൂടെ പഠിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രാഫിൽ വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇത്തിരി ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 1നെ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇതെടുക്കാം. 1 ഇത് 3 ഇത് ഇൻഫിനിറ്റി കേട്ടോ, മൈനസ് ഇൻഫിനിറ്റി. നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കേ, 1ൻ്റെ ഇടത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കണ്ടല്ലോ, 1ൻ്റെ ഇപ്പുറത്തുണ്ട് ഈ സൈഡിൽ ഇത് പോസിറ്റീവാണ്. 1 കഴിഞ്ഞിട്ട് എന്താണ്? നെഗറ്റീവാണ്. കണ്ടോ? 1നെ കട്ട് ചെയ്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ f'(x) ഇവിടെ നെഗറ്റീവാണ്, ഇപ്പുറത്ത് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റിവിറ്റി നെഗറ്റീവിലാണ്. ഇങ്ങനെ പോസിറ്റീവ് ഇവിടെ എന്താണ്? നെഗറ്റീവ് 1 അല്ലേ? ഇങ്ങനെ വരുമ്പോൾ ആ പോയിന്റിനെ നമുക്ക് ലോക്കൽ മാക്സിമ എന്ന് വിളിക്കും. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിനെ ആ f'(x) എന്ന് പറയുന്ന ഗ്രാഫ് കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും. കണ്ടോ? 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് പോസിറ്റീവും 1 കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവും ആണ് അല്ലേ? അപ്പോൾ അത് ലോക്കൽ മാക്സിമയായി. ഇനി 3യെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ അങ്ങോട്ട് പോസിറ്റീവ് വാല്യൂ ആണല്ലോ, ഇപ്പുറത്തപ്പോൾ എന്താണ്? നെഗറ്റീവ് അല്ലേ? അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ടു പോസിറ്റീവാണ്. 3യെ കവർ ചെയ്യുമ്പോൾ 3യുടെ ഇടത്ത് സൈഡിൽ നെഗറ്റീവും 3യുടെ റൈറ്റ് സൈഡിൽ എന്താണ്? പോസിറ്റീവുമാണ്. അങ്ങനെ വരുമ്പോൾ കണ്ടല്ലോ, എന്നാൽ ഇവിടെ കണ്ടല്ലോ പ്ലസ് മൈനസ് പ്ലസ് ആണ് ഇവിടെ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, 3യുടെ ഇടത്തെ സൈഡിൽ നെഗറ്റീവ്, 3യുടെ വലത്തെ സൈഡിൽ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ അത് ലോക്കൽ മിനിമം ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഇപ്പം ലോക്കൽ മാക്സിമം ആകുന്നത് എന്താണ്? ലെഫ്റ്റിൽ പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും വരുമ്പോഴാണ്. മീൻസ് പോസിറ്റിവിറ്റി നെഗറ്റീവ്. ആ 1നെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, പോസിറ്റീവിന് നെഗറ്റീവിലോട്ടാണ് 1നെ കട്ട് ചെയ്ത് പോകുന്നത്, അവിടെ ലോക്കൽ മാക്സിമവും. ബട്ട് 3യെ കട്ട് ചെയ്യുന്നത് 3യുടെ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. മീൻസ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണെങ്കിൽ അതെന്താണ്? മിനിമവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമം പോയിൻ്റ് 1ഉം ലോക്കൽ മിനിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂ അല്ല, ലോക്കൽ മിനിമത്തിൻ്റെ പോയിൻ്റാണ്. പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം, പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം. ഓക്കെ, ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂവിനെയൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷനൊക്കെ എടുത്ത് ചെയ്യണം. ഓക്കെ, ഇതൊന്നും നമുക്കിവിടെ ചോദിച്ചിട്ടില്ല, 1 മാർക്കേ ഉള്ളൂ ഇതിന്. ഓക്കെ, ഇതിനാണ് ഇവിടെ നമുക്ക് 2 മാർക്ക് ഉണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ വേണമെങ്കിൽ നമ്മുടെ ഇതൊന്ന് കണ്ടേക്കണം, എന്നെങ്കിലും ഇതൊക്കെ ഓർത്തിരിക്കുള്ളൂ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഇവിടെ രണ്ടിടത്തും കണ്ടല്ലോ നമുക്ക് ലോക്കൽ ഇവിടെ നമ്മുടെ ഇൻക്രീസിങ് ഡിക്രീസിങ് ആകുമ്പോൾ കണ്ടോ, വൈയുടെ പോസിറ്റീവ് വന്ന് ഇവിടെയും പോസിറ്റീവ് ഇവിടെയും പോസിറ്റീവ് ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ പോസിറ്റീവ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ പോസിറ്റീവ്. മൈനസ് ഇൻഫിനിറ്റി ടു 1 ആൻഡ് 3 ടു ഇൻഫിനിറ്റിയിൽ പോസിറ്റീവാണ്, അവിടെ ഇൻക്രീസിങ്. ബട്ട് 1 to 3യിൽ എന്താണ്? നെഗറ്റീവാണ്, അവിടെ ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ ഇൻ്റർവെല്ലായി. നെക്സ്റ്റ് 1നെ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടെ പ്ലസ് അപ്പുറത്ത് മൈനസ്. പ്ലസ് ടു മൈനസിൽ കട്ട് ചെയ്യുമ്പോൾ 1നെ കട്ട് ചെയ്യുമ്പോൾ പ്ലസിൽ നിന്നും മൈനസിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് മാക്സിമവും. നെക്സ്റ്റ് മൈനസ് ടു പ്ലസിലോട്ട് പോകുന്ന ആ പോയിൻ്റ് കണ്ടോ, ഈ പോയിൻറ്റിനെ കടക്കുമ്പോൾ കണ്ടോ ഒരു പാലം പോലെ കരുതണം. പാലത്തിന് ഇപ്പുറത്ത് വെച്ച് എന്താണ്? നെഗറ്റീവ്. പാലത്തിന് അപ്പുറത്ത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്താണ്? മിനിമവും. ലോക്കൽ മിനിമം പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ക്ലിയറായിട്ട് ഏകദേശം മനസ്സിലായി. ഇവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഇത്രയും ഭാഗം ശ്രദ്ധിക്കുക, ഇവിടെ ഇത്രയും ഭാഗവും ശ്രദ്ധിക്കുക. കണ്ടോ, ഇത്രയും ഭാഗത്തിൽ നോക്കിക്കുക, 1ന് ഇപ്പുറത്ത് പോസിറ്റീവ്, 1ന് അപ്പുറത്ത് നെഗറ്റീവ്, ലോക്കൽ മാക്സിമം. 1നും 3ക്ക് എന്താണ്? ഇവിടെ ഇതിനിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 3യുടെ ഇപ്പുറത്ത് നെഗറ്റീവ്, 3യുടെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്. അപ്പോൾ എന്താണ്? ലോക്കൽ മിനിമമായി. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ ഒരാളോട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ഗുഡ് ബൈ.